Hello, welcome back to my channel. My name is Rizwa and I'm a pastry student. So today we are going to make a mango French toast or മാങ്ങയിട്ട ബ്രെഡ് മുക്കിപ്പൊരിച്ചത്. ഇതുണ്ടാക്കാൻ വളരെ വളരെ സിമ്പിളാണ്. ബ്രെഡ് മുക്കിപ്പൊരിക്കുക, മാങ്ങോ മിക്സ് ചെയ്യുക, മാങ്ങോ മിക്സ് ചെയ്യുക, മാങ്ങ ടോപ്പ് ചെയ്യുക. ഒരു ബൗളിലേക്ക് മുട്ട, പാൽ, പഞ്ചസാര, സിനമൺ പൗഡർ മസ്റ്റാണ്. പിന്നെ ഫ്ലേവറിങ്ങിന് വേണ്ടി വാനില ഓർ ലെമൺ ജസ്റ്റ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ബ്രിയോഷ് ബ്രെഡ്, നമ്മളൊരു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബ്രിയോഷാണ് യൂസ് ചെയ്യുക. ബ്രിയോഷ് എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് ബ്രെഡായിരിക്കും. ബ്രിയോഷ് ഇതിൽ മുക്കുക, ടോസ്റ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ പ്രോസസ്സ്. പാലും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്കിത് മിക്സിയിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടേൺ മിക്സ് കൊണ്ട് മിക്സ് ചെയ്യാം. ഈ വലിച്ചിട്ട പാത്രത്തിൻ്റെയൊക്കെ ഒപ്പം ഒരു മിക്സിയും കൂടി കഴുകണമല്ലോ എന്ന് ഓർത്ത് മടിച്ചിട്ട് ഞാൻ ടേൺ മിക്സാണ് ഇവിടെ ഉപയോഗിക്കണം. ഒരു കിച്ചൺ ടിപ്പ് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ബ്രെഡിന് പകരം 1-2 ദിവസം ഇരുന്ന ബ്രെഡ് ഉപയോഗിച്ചാൽ ആ മിക്സ് അത് നന്നായിട്ട് വലിച്ചെടുക്കുകയും നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ടോസ്റ്റ് കിട്ടുകയും ചെയ്യും. എപ്പോഴും ബട്ടറിൽ വേണം ഇത് ടോസ്റ്റ് ചെയ്യാൻ. കൂടുതൽ ബട്ടറൊന്നും ഉപയോഗിക്കേണ്ട. ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറൊക്കെ വെച്ചിട്ട് അതേ ബട്ടർ കൊണ്ട് തിരിച്ചും മറിച്ചും ഇടണം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെയാണ് നമ്മളിത് തിരിച്ചും തിരിച്ചും ഇടേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് നമ്മുടെ മാംഗോ പൾപ്പ്, ഫ്രഷ് ക്രീമും ഇട്ട്, മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ ഇടണമെങ്കിൽ ഷുഗർ ഇടാം, തേൻ ഒഴിക്കണമെങ്കിൽ തേൻ ഒഴിക്കാം, എന്തും ചെയ്യാം. എൻ്റെ മാങ്ങയ്ക്ക് നെല്ല് മധുരമുള്ളത് കൊണ്ടും കൂടുതൽ പഞ്ചസാര കഴിക്കേണ്ടെന്ന് ഉമ്മ പറഞ്ഞത് കൊണ്ടും ഞാനിതിൽ ഷുഗർ ഇട്ടിട്ടില്ല. ഫ്രഷ് ക്രീം ഒരിക്കലും നമ്മൾ ബീറ്റ് ചെയ്യരുത്. ഇത് വെറുതെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബീറ്റ് ചെയ്താൽ പീക്കാകും, അപ്പോൾ നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസി കിട്ടില്ല. ഇനി സാധാ പഞ്ചസാര ഇടണമെങ്കിൽ മാങ്ങയിൽ ആദ്യം ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം ക്രീം ഒഴിക്കാൻ. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇളക്കി പഞ്ചസാര അലിയിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോഴേക്കും ഈ ഷുഗർ കടിക്കാൻ കിട്ടും. അത് വലിയ സുഖമുള്ള പരിപാടിയല്ല. ഈ പ്ലേറ്റിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് ടോസ്റ്റ് ലെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലെയർ ചെയ്യാം. അതിലേക്ക് മാംഗോയുടെ ക്രീം നമ്മൾ ആഡ് ചെയ്യുക. മുകളിൽ ചോപ്ഡ് മാംഗോസ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡെക്കറേഷൻ വേണമെങ്കിൽ മിൻറ്റ് ലീവ്സ് വെക്കാം, അല്ലെങ്കിൽ മാംഗോ സ്ലൈസ് ചെയ്ത് വെക്കാം. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. യു ക്യാൻ പ്ലേറ്റ് ഇറ്റ് വാട്ട് എവർ വേ യു ലൈക്ക്. എനിക്കിതിൻ്റെ ലാസ്റ്റത്തെ ടെക്സ്ചർ കാണിക്കാനായിട്ട് ഇത് കട്ട് ചെയ്യണൊരു വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറാമാൻ്റെ കൈതട്ടി ഇത് താഴെപ്പോയി. എനിക്ക് ചെറിയ സങ്കടവും ദേഷ്യമൊക്കെ വന്ന്. പിന്നെ ക്യാമറാമാൻ്റെ അപ്പുറത്തെ മുഖവും. പിന്നെ ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരു ക്യാമറാമാനാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ക്യാമറാമാൻ വളരെ വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ടും ഞാനൊന്നും പറഞ്ഞില്ല. ഇനി ക്യാമറാമാൻ ഇത് ആവർത്തിക്കില്ലായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ താങ്ക് യു ഫോർ സീയിങ് മൈ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം.